CPM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം CKP പത്മനാഭനെ കോൺഗ്രസിലെത്തിക്കാൻ അണിയറ നീക്കം. CKPയുടെ വീട്ടിലെത്തി കെ സുധാകരൻ MP കൂടിക്കാഴ്ച നടത്തി. CKPയെ സുധാകരൻ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. മീഡിയ വൺ ബിഗ് എക്സ്ക്ലൂസീവ്. സുനിൽ ഐസക് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ ഐസക്, മറ്റൊരു വിസ്മയം കൂടി അന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞൊരു വിസ്മയം അതിതാ വീണ്ടും വന്നിരിക്കുന്നു. എന്താണ് CKPയെ കണ്ടത്? സുധാകരന്റെ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ. വിസ്മയങ്ങൾ അങ്ങനെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് പുതിയ ചില രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. CPM-മായി കഴിഞ്ഞ കുറേ കാലമായി അകന്നു നിൽക്കുന്ന പാർട്ടിയുടെ ജനകീയ മുഖങ്ങളായി ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന ആളുകളെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ആയിഷ പോറ്റി, CPM-ന്റെ ഒരു ജനകീയ മുഖമായിരുന്ന ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നാലെയാണ് ഇപ്പോൾ CKP പത്മനാഭനുമായി കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ, മുൻ KPCC അധ്യക്ഷൻ, അദ്ദേഹത്തെ പയ്യന്നൂർ കുഞ്ഞിമംഗലത്തെ വീട്ടിലെത്തി CKPയുമായി കൂടിക്കാഴ്ച നടത്തി. CKPയോട് രാഷ്ട്രീയം സംസാരിച്ചു, മറ്റു കാര്യങ്ങൾ സംസാരിച്ചു എന്നൊക്കെയാണ് സുധാകരനുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് CKPയെ കെ സുധാകരൻ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഒരു അന്തിമ തീരുമാനം എന്താണെന്ന് CKP ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ കൂടിയും ഒരു അരസമ്മതം അദ്ദേഹം മൂളിയിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം CKP എന്ന് പറയുന്നത് CPM-ന്റെ കണ്ണൂരിലെ മാത്രമല്ല സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ജനകീയമായ മുഖങ്ങളിൽ ഒന്നാണ് CKP പത്മനാഭൻ. 2006 മുതൽ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിൽ 2011 വരെ 5 വർഷക്കാലം നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. മാത്രമല്ല നോക്കൂ, CKPയുടെ ഒരു രാഷ്ട്രീയ ചിത്രം CPM-ന്റെ ആ നാട്ടിൽ അവിടെ നിന്ന് പ്രാദേശികമായി ഉയർന്നു വന്ന് DYFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറി ആയിരുന്നു. പിന്നീട് DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമായി DYFI കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. 1998 മുതൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അതിനുശേഷം CKP കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് P. ശശിക്കെതിരെ അദ്ദേഹം ഒരു പരാതി, ഒരു സ്വഭാവ ദൂഷ്യ പരാതി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്ന് പിണറായി വിജയന് നൽകുന്നത്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പക്ഷേ പിന്നീട് വലിയ വിവാദങ്ങൾ ഉണ്ടായി. P. ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. അത് വലിയ CKPക്കെതിരെ പിണറായി അടക്കമുള്ള ആളുകൾക്ക് വലിയ നീരസമുണ്ടാക്കാൻ ഇടയാക്കി. അതിന് പിന്നാലെയാണ് CKPക്കെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുന്നത്. ശരിക്കും CKPക്കെതിരെ എന്ന് പറയാൻ കഴിയില്ല. CKP കർഷക സംഘത്തിന്റെ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ അവിടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതരമായ ക്രമക്കേട് നടത്തി വീഴ്ച വരുത്തി എന്നായിരുന്നു പാർട്ടി കണ്ടെത്തിയത്. അതിൽ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് കാണിച്ചുകൊണ്ടാണ് 2011 സെപ്റ്റംബർ മാസം 18-ാം തീയതി CKPയെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്നത്. അത് വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തി. പിന്നീട് തന്റെ ആരോഗ്യം പോലും ഇങ്ങനെ ക്ഷയിക്കാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് എന്ന് CKP പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടിക്കിടയിലുണ്ടായ നടപടി നീക്കങ്ങൾ ഒക്കെ. പക്ഷെ പിന്നീട് അദ്ദേഹം സജീവമായ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് വിമർശനങ്ങളൊക്കെ ഉണ്ടായതോടുകൂടി അദ്ദേഹത്തെ മാടായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. മാടായി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഇക്കഴിഞ്ഞ സമ്മേളനത്തിൽ 2024 നടന്ന സമ്മേളനത്തിൽ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. ഇപ്പോൾ വെറും പാർട്ടി അംഗം മാത്രമായി CKP തുടരുകയാണ്. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് CKPയെ മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന CPM പ്രവർത്തകർ തന്നെ കണ്ണൂർ ജില്ലയിൽ ആകമാനമുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരനായിരുന്ന, തീർത്തും താഴെത്തട്ടിൽ നിന്ന് ജീവിച്ചു വന്ന് പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യനാണ്. CKPയോട് പാർട്ടി ചെയ്തത് ശരിയായില്ലെന്ന് കരുതുന്ന ആളുകൾ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ CKP കോൺഗ്രസിലേക്ക് എടുത്താൽ അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കെ സുധാകരൻ, പാർട്ടിയുടെ മുൻ KPCCയുടെ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്ന പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള കെ സുധാകരൻ നേരിട്ട് അദ്ദേഹത്തെ കുഞ്ഞിമംഗലത്തെ വീട്ടിലെത്തി കാണുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ കെ സുധാകരൻ CPM-ന്റെ നേതാക്കളുമായി അങ്ങനെ സൗഹൃദം പുലർത്തുന്ന ആളല്ല, അവരുടെ വീടുകൾ സന്ദർശിക്കുന്ന ആളല്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് CKP
CKP വീട്ടിലെത്തി കാണുന്നതും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്, കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു. എന്താണ് CKPയുടെ മനസ്സെന്ന് അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കിഡ്നി സംബന്ധമായ ചില അസുഖങ്ങളുണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റിലാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും തീരുമാനം അദ്ദേഹം പറയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു മത്സര രംഗത്തേക്ക് ഒന്നും താനില്ല എന്ന് കമ്മിറ്റി അംഗവും